എന്നെ തല്ലേണ്ടമ്മാവ ഞാൻ നന്നാകൂല എന്ന അവസ്ഥയിലാണ് KSRTC. അല്ലെങ്കിൽ നോക്ക്, പൂട്ടാറായ വക്കീലാണ് ടോമിൻ തച്ചങ്കരി MD ആയി ചാർജ് എടുത്തത്. ചീഫ് ഓഫീസിൽ തടിച്ചുകൂടിയിരുന്ന യൂണിയൻ നേതാക്കന്മാരെ ജോലിക്ക് പറഞ്ഞു വിട്ടതോടെ പാർട്ടി വ്യത്യാസമില്ലാതെ എല്ലാവരും ഇടഞ്ഞു. എങ്കിലും മുഖ്യമന്ത്രിയുടെ കട്ട സപ്പോർട്ട് തച്ചങ്കരിക്കുണ്ടായിരുന്നതിനാൽ പരിഷ്കാരം തുടർന്നു. അവസാനം KSRTCയുടെ സ്വന്തം നിലയിൽ ശമ്പളം പോലും നൽകി. എന്നാൽ എതിർപ്പ് ശക്തമായതോടെ പൊടുന്നനെ തന്നെ തച്ചങ്കരിയെ പറഞ്ഞുവിട്ടു. മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്ത് നിന്നും തച്ചങ്കരിയെ നീക്കിയതിന് പിന്നാലെ KSRTC ഡിപ്പോകളുടെ ഭരണം യൂണിയൻ നേതൃത്വം തിരിച്ചുപിടിച്ചു. അതത് യൂണിറ്റുകളിൽ തൊഴിലാളി നേതാക്കളെ കൂടി പരിഗണിച്ച് വേണം നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ടതെന്ന ഡിപ്പോ മേധാവിമാർക്ക് ഭരണാനുകൂല സംഘടനയുടെ സംസ്ഥാന നേതാക്കൾ വാക്കാൽ നിർദ്ദേശവും നൽകി. ഇതിന്റെ ഭാഗമായി അധിക ഡ്യൂട്ടി ബഹിഷ്കരിച്ചു തുടങ്ങി. നേതാക്കളുടെ ഡിപ്പോ ഭരണം പൊളിച്ചെടുക്കാനുള്ള ശ്രമം ആരംഭിച്ചത് MG രാജമാണിക്യം മേധാവിയായപ്പോഴാണ്. മുഖ്യമന്ത്രിയുടെ പിന്തുണയോടെ എത്തിയ ടോമിൻ തച്ചങ്കരി സംസ്ഥാന നേതാക്കളെ തന്നെ തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റി. ഇതോടെ ഭരണകക്ഷി സംഘടനകളുടെ പ്രസക്തി നഷ്ടമായി. നേതാക്കളുടെ നിർദ്ദേശപ്രകാരം ഡ്യൂട്ടി വീതം വയ്ക്കുന്നതും ഷെഡ്യൂൾ ക്രമീകരിക്കുന്നതും നിർത്തി. നേതാക്കൾക്ക് ശാരീരികാധ്വാനം കുറഞ്ഞ ഡ്യൂട്ടി നൽകുന്നതും അവസാനിപ്പിച്ചു. പകരം വരുമാനം അടിസ്ഥാനമാക്കി ഡ്യൂട്ടി വീതം വെച്ചു. നേതാക്കൾ പറഞ്ഞാൽ ഒന്നും നടക്കാതെയായി. തൊഴിലാളി നേതാക്കളെ വകവയ്ക്കാത്ത തച്ചങ്കരി ഭരണത്തിൽ മാസവരിയും അംഗത്വവും കുറയുന്നുവെന്നായിരുന്നു ഇടതു യൂണിയനുകളുടെ പ്രധാന പരാതി. പ്രമുഖ ഇടതു സംഘടനയ്ക്ക് മാസവരി നൽകുന്ന ജീവനക്കാരുടെ എണ്ണം 22,000-ൽ നിന്ന് 15,000-ആയി കുറഞ്ഞിരുന്നു. സംഘടനാ നേതൃത്വത്തിന്റെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് സർക്കാർ തച്ചങ്കരിയെ മാറ്റിയത്. ഇതോടെ യൂണിയനുകളുടെ നല്ല കാലം തിരിച്ചെത്തിയെന്ന പാർട്ടി നേതൃത്വത്തെ ബോധിപ്പിക്കേണ്ട ബാധ്യത നേതാക്കൾക്കുണ്ട്. ആദ്യപടിയായി മാസവരി പിരിവ് ഊർജിതമാക്കാനാണ് നീക്കം. നേതാക്കളുടെ ഭീഷണിക്ക് വഴങ്ങി വീണ്ടും മാസവരി കൊടുക്കേണ്ട അവസ്ഥയിലാണ് ജീവനക്കാർ. ടോമിൻ തച്ചങ്കരി വളരെ വേദനയോടെയാണ് KSRTC വിട്ടത്. സർക്കാർ ആവശ്യപ്പെട്ടതെല്ലാം ചെയ്ത ശേഷമാണ് മടക്കമെന്നാണ് ജീവനക്കാർ കോർപ്പറേഷൻ ആസ്ഥാനത്തൊരുക്കിയ യാത്രയയപ്പ് സമ്മേളനത്തിൽ തച്ചങ്കരി പറഞ്ഞത്. കവിത പാടിയാണ് തച്ചങ്കരി യാത്ര പറഞ്ഞത്. KSRTCയെ കൂടുതലായി സ്നേഹിച്ചതുകൊണ്ടാകാം MD സ്ഥാനത്ത് നിന്ന് സർക്കാർ മാറ്റിയതെന്ന് ടോമിൻ തച്ചങ്കരി പറയുന്നു. യൂണിയനുകളുമായി പ്രശ്നങ്ങളൊന്നുമില്ല. KSRTCയിലേക്ക് ഭിക്ഷക്കാരനായല്ല വന്നതെന്നും തച്ചങ്കരി പറഞ്ഞു. ഈ സ്ഥാപനത്തെ കാമിനിയെ പോലെ സ്നേഹിച്ചു തുടങ്ങി. ഒരു ഉദ്യോഗസ്ഥനും തന്നെ അയച്ച സ്ഥാപനത്തെ സ്വന്തമെന്ന് കരുതി സ്നേഹിക്കാൻ പാടില്ല. അങ്ങനെയുള്ള അവസ്ഥയിലാണ് ആശയും നിരാശയും സ്വപ്നങ്ങളും മോഹഭംഗങ്ങളും വരുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പരിഭവമില്ല. പലരെയും വേദനിപ്പിച്ചെങ്കിലും പിന്നീട് അവരെല്ലാം കൂടുതൽ കർമ്മനിരതരായി കൂടെ നിന്നു. 1/4 നൂറ്റാണ്ടിനിടെ ആദ്യമായി ശമ്പളവും ആനുകൂല്യങ്ങളും സ്വന്തമായി നൽകിയതടക്കമുള്ള നേട്ടങ്ങൾ തച്ചങ്കരി എണ്ണിപ്പറഞ്ഞു. യൂണിയനുകളുടെയും CPMന്റെയും സമ്മർദ്ദമാണ് കസേര തെറിക്കാനുള്ള കാരണമായി പറയപ്പെടുന്നത്. DGP റാങ്കിലെ തച്ചങ്കരിയെ മാറ്റി 2 പടി താഴെ DIG പദവിയിലുള്ള MP ദിനേശിനെ നിയോഗിച്ചതും യൂണിയൻ ഇടപെടൽ ശക്തമാകാനിടയാകുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.